ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ കൃഷി വീഡിയോകളും ചെടി വീഡിയോകളും ഒക്കെ കണ്ടിട്ട് കുറേ പേര് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ഇടണം എന്നൊക്കെ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നോക്കൂ, എൻ്റെ വീടിൻ്റെ താഴെയുള്ള തൊടിയിലാണ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്നിടത്ത് ഞാനിപ്പം വെള്ളം ഒഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സന്ധ്യയായി അപ്പോൾ ഞാൻ ഈ ചുറ്റും വെള്ളം ഒഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങ് ഇരുട്ടാവും. അപ്പോൾ ഫോണൊന്നൊക്കെ എടുത്താൽ കുറച്ചും കൂടെ ലാഗാവത്തില്ലേന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കാര്യം തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടങ്ങ് പോവും. പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ കത്തിക്കോണം കേട്ടല്ലോ. ആ സോളാർ ലൈറ്റ് നോക്ക്, സെൻസറാണ്, നമ്മൾ അങ്ങോട്ട് മാറി അങ്ങ് അണഞ്ഞു കളയും. ഫസ്റ്റ് സംശയം, ഡ്രം കൃഷി സക്സസ് ആണോ എന്നുള്ളതാണ്. യെസ്, ഡെഫിനറ്റ്ലി ഫോർ മീ ഇറ്റ് ഈസ് വെരി 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 സക്സസ്ഫുൾ. ബിക്കോസ് ഞാനൊരു ഉദാഹരണം കാണിക്കാം. ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാവേ. ഇത് നോക്കൂ, കണ്ടോ? ഈ ഡ്രമ്മിൽ ഞാൻ നട്ട കോട്ടൂർ കോണം മാവാണോ എന്ന് തോന്നുന്നു. മാവിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. തൽക്കാലം ഞാൻ ഈ ഹോസ് മാംഗോസ്റ്റിനിലേക്ക് ഇട്ടേക്കാം, അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഉദാഹരണത്തിന് നമ്മുടെ ഈ ഒരു ഡ്രം, അതായത് ഒരു ഫുൾ ഡ്രമ്മ് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഡ്രമ്മിൻ്റെ പകുതിയാണ് കേട്ടോ. പകുതി മുറിച്ചിട്ട് അതിനകത്ത് ഹോളൊക്കെ ഇട്ട് നല്ലപോലെ പോട്ടിംഗ് മിക്സ്, അതായത് ഈ പോട്ടിംഗ് മിക്സിനകത്ത് നല്ല ലൂസ് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ല് പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ദെൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ കുറച്ച് കമ്പോസ്റ്റ്, വെജിറ്റബിൾ വേർമി കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്ത് നല്ല ലൂസായിട്ടുള്ള അട്ടിപ്പൊളി പോട്ടിംഗ് മിക്സിലാണ് ഈ മാവ് നട്ടിരിക്കുന്നത്. ഇതൊരു 2 years ആയി. ഈ ഒരു മാവ് നിറച്ചും പൂത്തിട്ടുണ്ട്. നിറച്ചും പൂക്കുക മാത്രമല്ല കണ്ണിമാങ്ങയും പിടിച്ചിട്ടുണ്ട്. കണ്ടോ? ഇത്തിരി കൂടെ പകലായിരുന്നെങ്കിൽ ഫുള്ള് കാണാമായിരുന്നു. കത്ത് കണ്ടോ? ഇത് ഫുള്ള് പിടിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മാവുമാണ്. അതുകൊണ്ട് നമുക്ക് പറിക്കാനായിട്ടും എളുപ്പമാണ്. പറിച്ച് പഴുപ്പിക്കാൻ നേരത്ത് തറയിൽ വീണ് ചതഞ്ഞൊന്നും വേണ്ടിയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സക്സസ്ഫുള്ളാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു ഡ്രമ്മിനകത്തുള്ളതാണ് ഈ മാവ്. ഇതങ്ങ് ഇരുട്ട് കാണാമോ? ഇതിനകത്ത് കണ്ണിമാങ്ങകൾ നിൽപ്പുണ്ട് കേട്ടോ. വേണ്ടേ, അങ്ങനെ ഇതിൻ്റെ ചുറ്റും നിൽപ്പുണ്ട് കണ്ണിമാങ്ങ. അത് ഇരുട്ടായിപ്പോയി. അപ്പോൾ ഇത് രണ്ടും ഈ ഡ്രമ്മിലാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് ഒരു പറങ്കാവിൻ്റെ തയ്യാണ് നട്ടിരുന്നത്. കണ്ട്, അത് പൂത്തിട്ട് ചെറിയ ഇത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദാണ്ട് ഇത് ഒറ്റ കമ്പ, പക്ഷേ ഇത് ഇത്തിരി ഒന്ന് ചരിഞ്ഞു പോയി. എനിക്കിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വീണ് കിളിച്ച ഒരു തക്കാളിയാണിത്. നമ്മൾ എല്ലാ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ വീണ് കിളിച്ചെങ്കിലും ഇതിനുള്ളിൽ നിറച്ചും തക്കാളിയാണ്. നിറച്ചും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി ഫുള്ള് തക്കാളിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് കാരണം ഈ പറങ്കാവൊന്ന് ചാഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ മക്കളെ ഒന്ന് സഹിച്ചോണേന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് കായ് പിടിച്ച് തീർന്ന് ഇതെല്ലാം പറിച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ പിടിച്ച് നൂത്തി വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനകത്ത് ഫുള്ള് എനിക്ക് തോന്നുന്നു ഒരു 25ഓളം തക്കാളി ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കട്ടെ. വേറെ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ ഇടുന്നൊരു ഐറ്റമാണിത്, അഗസ്തി നല്ല രീതിയിൽ പൂക്കാറുണ്ട്. പിന്നെ അതും എന്താ പറയുക, ഏറ്റവും കൂടുതൽ വിളവ് എനിക്ക് തന്നിട്ടുള്ളത് അഗസ്തിയാണ്. പിന്നെ ഈ ഒരു ഇതിനകത്ത് ഞാനൊരു കോവലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് കോവയ്ക്കുണ്ട്, വെട്ടമില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. ഇരുട്ടായി കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു റെഡ് ജാക്ക് ഫ്രൂട്ടാണിത്. ഇതിനകത്ത് ചക്ക വരെ പിടിച്ച്. ഓക്കെ, വേണ്ടേ,
ഇത് കായ്ക്ക് വരെ ചെയ്ത് റെഡ് ജാക്ക് ഫ്രൂട്ട്. പിന്നെ ഇത് മുരിങ്ങയാണ്. ഇത് ചെടി മുരിങ്ങ എന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷേ ഇതൊരുമാതിരി വടിമുരിങ്ങയായി. ഇത് എവിടെ കയറി പോകണമെന്ന് അതിന് പോലും അറിയത്തില്ല. അതിനറ്റത്ത് പൂത്തും നിൽപ്പുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇത് നല്ല അടിപൊളി ഒരു പേരയാണ് കേട്ടോ. പേര ഇച്ചിരി വെട്ടം കൂട്ടിയിട്ടിട്ട് പേര കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് സ്ട്രോബെറി പേരയാണ് ഇത്. അപ്പോൾ ഇവിടെ ഇത്രയും ഡ്രമ്മിനകത്ത് ഇത്രയാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന എന്തുവാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതെന്തുവാണോ എന്തോ, റംബൂട്ടാനാണോ? റംബൂട്ടാൻ ഒരെണ്ണം താഴെയുണ്ട്, എനിക്കറിയത്തില്ല ഏതാണ്. അപ്പം അതുകൊണ്ട് ഈ ഡ്രമ്മിൽ വയ്ക്കുന്നത് നല്ല രീതിയിൽ പോട്ടിംഗ് മിക്സൊക്കെ ചേർത്ത് നല്ല രീതിയിൽ അതിനെ വെള്ളമൊക്കെ കോരി വളർത്തിയാൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കൃഷി ചെയ്യാം. സ്ഥലം കുറവുള്ളവരടുത്തും ഒക്കെ ഇതൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രം കൃഷി ഇത്രയും സക്സസ്ഫുൾ ആയതിന് കാരണം നിങ്ങൾ നോക്കിക്കേ, ഈ മാംഗോസ്റ്റിൻ ഇവിടെ ഞാൻ വീട് പണി തുടങ്ങിയ സമയം തൊട്ട് വച്ചതാണ്. ഈ തറ ഭയങ്കര കട്ടിപ്പാരുള്ള തറയാണ്, വേരോടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളർച്ച മുരടിച്ച് നിൽക്കുക. ഇനി ഒരു മഴ സമയത്ത് എനിക്കിതെടുത്തൊരു ഡ്രമ്മിൽ നട്ടാലേ ഇത് വളരത്തുള്ളൂ. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രം കൃഷി ആൻഡ് നിലം കൃഷി ഇവിടെ. പിന്നെ ഇത് ഒരു ലൗലോലിക്കയാണ്, അതത്യാവശ്യം വളർന്നിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഇത് വെച്ച നാൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയൊന്നും അല്ല ഇത് വളരേണ്ടുന്നത്. അത് ഈ തറയുടെ ഇപ്പം നമ്മുടെ കാലാവസ്ഥയിൽ ചൂടടിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തറയൊക്കെ പണ്ടത്തെ പോലൊന്നും അല്ല, ഭയങ്കരമായിട്ട് കട്ടിയാകുന്ന തറകളാണ്. പിന്നെ റബ്ബറും കൂടെ വെച്ചിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ പോയി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ പറമ്പ് മൊത്തത്തിൽ ഇങ്ങനെ ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. ഈ ഒരു ഉണക്കൊന്ന് കഴിയട്ടെ. ആദ്യഘട്ടം വെച്ചതൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഇനി അതുകൊണ്ട് എനിക്ക് സക്സസ് ആയിട്ട് ഇനിയും നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു സംഭവം ചോദിച്ചത്, വീട്ട് മാറ്റ് ഇട്ടാൽ പുല്ല് കിളിക്കുമോ, പുല്ല് കിളിക്കാതിരിക്കുമോ? ആക്ച്വലി ഈ വീട്ട് മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ല് കിളിക്കാതിരിക്കാൻ ഇടുന്ന മാറ്റാണ്. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല. എന്നാലും ഞാൻ പറയാം, വീട്ട് മാറ്റ് ഇട്ടേക്കുവാണ് ഞാനിവിടെ. നോക്കൂ, ഇവിടെ ഞാൻ 2 ഇഞ്ചിൻ്റെ സ്റ്റീലാണിയും വാഷറും വെച്ചിട്ടാണ് ഇത് തറച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ ചുടുകട്ടയായിരുന്നു വെച്ചിരുന്നത്, അത് തൽക്കാലത്തേക്ക് വെച്ചതാണ്. പിന്നെ ഞാൻ ചുടുകട്ടയെല്ലാം എടുത്ത് എൻ്റെ ഈ ചെടികളുടെ ചുറ്റും വെച്ചു. എന്നിട്ട് അതിനകത്തേക്ക് കരിയിലയും കമ്പോസ്റ്റും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. പകലായിരുന്നെങ്കിൽ ഞാൻ നല്ലപോലെ കാണിച്ചു തരാമായിരുന്നു ഇതിൻ്റെ ഒരു ഭംഗി. ഈ ഒരു പറമ്പ് നല്ല ഭംഗിയാണ്. കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞ് വളരുമ്പോഴത്തേക്കും സൂപ്പറാവും. ഇനി ഇവിടെ ചുറ്റും എനിക്ക് കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ചോലയുടെ കീഴിൽ ഞാൻ ഗ്രോ ബാഗിൽ വളർത്തിയ ഇഞ്ചിയും വളരെ സക്സസ് ആയി. ഞാൻ ഓരോരോ ഗ്രോ ബാഗ് എടുക്കും, ഇഞ്ചിയുടെ വിളവെടുക്കും, ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ചോദിക്കും, അവർക്ക് കൊടുക്കും. അങ്ങനെയാണ്. ഇനി ഇത്രയും എനിക്ക് തോന്നുന്നൊരു 10-30 ബാഗോളം ഇഞ്ചി ഇനിയും വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഈ 2 സംശയങ്ങൾക്ക് മറുപടി ആയല്ലോ. അപ്പോൾ ഇരുട്ടി കേട്ടോ, ഇരുട്ടിയെങ്കിലും എൻ്റെ വെള്ളം ഒഴുപ്പ് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഒരു 3 to 4 hours വെള്ളം ഒഴിക്കാനുള്ള സംഭവം ഞാൻ നട്ടുവെച്ചിട്ടുണ്ട്. എൻ്റെ മോളെന്നോട് പറയും, എൻ്റെ പൊന്നമ്മച്ചി ഇനിയെങ്കിലും ഒന്നും നടരുതേ എന്നൊക്കെയാണ് പറയുന്നത്. സാരമില്ല, കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. അപ്പോൾ ഞാനിനി ഡ്രിപ്പിംഗ് സിസ്റ്റവും ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഈ 2 സംശയങ്ങൾ. ഡ്രം കൃഷി സക്സസ് ആണോ? യെസ്. വീട്ട് മാറ്റ് ഇട്ടാൽ പുല്ല് കിളിർക്കുമോ? നോ. ഓക്കെ. അപ്പം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ മറുപടികളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് ചിത്ര ബാബു ഷൈൻ ഫ്രം ചിത്തൂസ് ഏദൻ ഗാർഡൻ വിത്ത് ലവ്. ബൈ.